ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് സംശയം? യാമിനി മേഡത്തിനെ മനഃപൂർവ്വ രോഗിയാക്കി മാറ്റുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. മനഃപൂർവ്വ രോഗിയാക്കി മാറ്റുന്നെന്നോ? ആര്? ആംബിക മേഡം. ആരടാ ഇങ്ങോട്ട് മാറിക്കടാ, പോടാ. ഇവൻ ആരാ? വല്യമ്മേ, എന്തേ വായിക്കുന്നെ? ഞാനപ്പാനാ. ജ്ഞാനപ്പാനയിൽ എവിടെയാ മർക്കടൻ? മർക്കടൻ എന്ന് വെച്ചാ കൊരങ്ങന്നല്ലേ അർത്ഥം? അതെ. ഇവരുടെ ആത്മകഥ വായിച്ചതായിരിക്കും. നീ പോടി എവിടെന്ന്? ഇങ്ങോട്ടത്തെ ഇത് ഞാൻ പണ്ട് പഠിച്ച എന്റെ ഫിസിക്സിന്റെ ബുക്കാ, അതും ഇംഗ്ലീഷ്. അല്ല പിന്നെ ഏതായാലും സന്ധ്യക്കൊന്ന് വായിച്ചാ പോരെ. രാമായണത്തിന് പകരം വായിക്കാൻ എടുത്തത് ഫിസിക്സ്. ഇവരിങ്ങനെ ഒരു ഉടായിപ്പായി പോയി. വല്യമ്മ എന്നെ കാണിക്കാൻ വേണ്ടി സന്ധ്യ പ്രാർത്ഥനയൊന്നും നടത്തണമെന്നില്ല. മനസ്സില് നല്ല ഭക്തി ഉണ്ടെങ്കിൽ മാത്രം വായിച്ചാ മതി. പ്രഹസനം വേണ്ടാന്നർത്ഥം. അല്ല, ഭക്തി ശിരോമണിയല്ലേ കൊച്ചമ്മണി? എവിടേക്കാ പോകാൻ പോകുന്നേ? കാശി, രാമേശ്വരം, തിരുപ്പുറം, പളനി? ഭക്തി ഇല്ലാത്തവരൊക്കെ അവിടെ പോയിട്ട് എന്താ കാര്യം? നിങ്ങളാരും പറയുന്നത് പോലെ ഒന്നും അല്ല. എന്റെ മനസ്സ് നിറയെ ഭക്തി ഇങ്ങനെ കരമനയാറ് പോലെ കളകളകളാന്നൊഴുകുക. 30 കോടി ദേവതകളും എന്നെ ഇങ്ങനെ കൈകാട്ടി മാടി മാടി വിളിക്കുക. ഭക്തവത്സലേ, കൊച്ചമ്പിണി കേറി വാ വാന്ന്. എന്നാ വേഗം ചെല്ല്, ഈ ഭൂമിയിലെ ശല്യം ഒന്ന് തീരട്ടെ. നീ എന്താ ജയ ഫോൺ ഓഫ് ആക്കി വെച്ചിരിക്കണേ? അത് മോളെ ഒന്നൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? മോളെ അത് ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ചേട്ടാ, വീട്ടിൽ നിന്ന് അപ്പോ വിളിക്കുന്നത്, ഞാനൊന്ന് എടുത്തോട്ടെ. ശരി മോളെ. ഹലോ, എന്താ അപ്പോ? ചേച്ചി, ഇവിടെ അമ്മയുടെ അസുഖ വിവരങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞില്ലേ? അറിഞ്ഞു അപ്പു. ചെറിയമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ കിടക്കുക ചേച്ചി. അമ്മയ്ക്ക് ഡിപ്രഷനാന്ന ഡോക്ടർ പറഞ്ഞത്. ഡിപ്രഷനോ? അതെ ചേച്ചി, നേരത്തെ അമ്മയ്ക്ക് ഈ അസുഖം ഉണ്ടായിരുന്നെന്നാ അച്ഛൻ പറഞ്ഞത്. ചെറിയ ചെറിയ ഡിപ്രഷനൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പു? വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു യാമിനി മാഡം. അവർക്ക് അസുഖം വന്നല്ലോ ദൈവമേ. അല്ലെങ്കിലും അങ്ങനെയാടി, നല്ല മനസ്സുള്ളവർക്ക് ദൈവത്തിന്റെ പരീക്ഷണങ്ങളേറെ. ചെറിയമ്മയെ കാണിക്കുന്നത് നല്ല ഡോക്ടർ തന്നെയാണോ അപ്പു? അതെ ചേച്ചി, നമ്മുടെ ഫാമിലി ഡോക്ടറിനെ തന്നെയാ. ഈ മെന്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനുള്ള രോഗമല്ലേ? ആ ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ആണോ? അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചേച്ചി. എന്തായാലും ഓരോ മണിക്കൂർ കൂടുന്തോറും എന്റെ അമ്മയുടെ അസുഖം കൂടിക്കൊണ്ടിരിക്കുക. എന്തായാലും അപ്പു വിഷമിക്കാതിരിക്കെ. ചേച്ചി രാജുനോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് അപ്പൊ ഒന്ന് വിളിക്കാം. എന്താ മേഡം, യാമിനി മേഡത്തിന്റെ അസുഖം കുറയുന്നില്ലേ? ഇല്ലെന്നാ അപ്പു പറയുന്നത്. ഡിപ്രഷൻ എന്നല്ലേ പറഞ്ഞ? അതെ. യാമിനി മേഡത്തെ കണ്ടിട്ട് ഡിപ്രഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇതൊക്കെ മെന്റലായിട്ടുണ്ടാവുന്ന ഡിസോർഡർ അല്ലേ രാജു? മൂഡ് സ്റ്റെബിലൈസ്ഡ് ആകാതെ വരുമ്പോ. എന്നാലും യാമിനി മേഡത്തിന് അങ്ങനെ ഒരു അസുഖം വരാൻ ചാൻസ് കുറവാ. രാജു പറഞ്ഞു വരുന്നത്? എന്ത് രോഗമാണെങ്കിലും നല്ല ഡോക്ടേഴ്സിനെ കാണിക്കണം മാഡം. അയ്യോ സോറി ചേട്ടാ, ചേട്ടൻ എന്നോട് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ
എനിക്ക് ഓരോ തിരക്കുകളാ. ഐ എം എക്സ്ട്രീംലി സോറി. അവിടുത്തെ വിവരങ്ങളെല്ലാം അപ്പപ്പോ അറിയിക്കണമെന്ന് മോൾ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ വിളിക്കുമ്പോഴോ പറയാൻ വരുമ്പോഴോ അത് കേൾക്കാനുള്ള ക്ഷമ മോള് കാണിച്ചിരുന്നില്ല. അങ്ങനെയല്ല ചേട്ടാ, ഞങ്ങളൊരു സീരിയസ് വിഷയത്തില് പെട്ടുപോയി. ഇനി ചേട്ടൻ പറ, എന്താ അവിടുത്തെ പ്രശ്നം? പ്രശ്നം യാമിനി മേഡത്തിന്റെ അസുഖം. അതിലെനിക്ക് പല സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്ത് സംശയം? യാമിനി മേഡത്തിനെ മനഃപൂർവ്വ രോഗിയാക്കി മാറ്റുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. മനഃപൂർവ്വം രോഗിയാക്കി മാറ്റുന്നെന്നോ? ആര്? ആംബിക മേഡം. എന്റെ സംശയം മാത്രമല്ല, അതാ വാസ്തവം. അവളെ ഞാനൊരു ഭ്രാന്തിയാക്കാൻ പോവാ. ഭ്രാന്തി. ചേട്ടൻ പറഞ്ഞത് 100% പോസിബിലിറ്റി ഉള്ള കാര്യോ? അവര് എന്നെ രാജുനെ കൊല്ലാൻ നോക്കിയത്. പിന്നെ യാമിനി ചെറിയമ്മ വെറുതെ വിടുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ ഓപ്പറേഷൻ എനിക്ക് വിട്ടേക്ക് രാജു, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പിന്നെ രാജുവിന്റെ സപ്പോർട്ടും ജേട്ടന്റെ ഒരു ഹെൽപ്പും വേണം. എന്റെ ഹെൽപ്പ് എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി. അല്ല, എങ്ങനെയാ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്ന? അറിയാലോ, അംബിക മേഡവും മകനും വെറും തറകളാ. കൊട്ടേഷൻകാരുടെ ബലത്തിലാ ഇതൊക്കെ ചെയ്യുന്നത്. എങ്ങനെ വേണമെന്ന് ഞാൻ പറയാം. ശരി മാഡം. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ ഇത്? നിങ്ങൾക്ക് ആഹാരമൊന്നും വേണ്ട പിള്ളേരെ? വാ, കഞ്ഞി കുടിക്കാം. വാ. മുഖ്യാതിഥി വന്നില്ല, കൊച്ചമ്മണി അമ്മ. മുഖ്യാതിഥി എന്നൊക്കെ പറഞ്ഞാലേ അവർക്ക് ദേഷ്യം വരും. അവരിപ്പോ അതിഥിയല്ല, ഇവിടുത്തെ അംഗമാണെന്നാ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ പുള്ളിക്കാരിക്ക് ദേഷ്യം വരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്.